കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to LearnWise Igno Focus 5.0. So in the video, we are going to do the previous question paper analysis of the paper MES 013 MA Education. അപ്പോൾ നമ്മൾ MA Education അതല്ല MES 013 എന്ന് പറയുന്ന പേപ്പറിന്റെ previous year question paper analysis ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. Okay, so let's begin. So MES 013. The paper is Learning, Learner and Development. So let's have the introduction. നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ MES 013 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് നോർമലി ചോദിക്കുന്ന റിപ്പീറ്റുള്ള പാറ്റേൺസും ചോദിക്കാൻ സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വി ആർ ഹാവിംഗ് എ ഡിസ്കഷൻ ഹിയർ. സോ ദിസ് പർട്ടിക്കുലർ ഗൈഡ് distills many years of IGNO term and examination papers for MES 013 learning, learner and development into forecast data-driven insights for the December 2025 TEE. By mapping the visual syllabus to historical question trends and awaiting recent patterns, we help you concentrate on high-yield themes, practice probable formats, and revise with precision rather than breadth. So, ഇതിന്റെ ഒരു പാറ്റേൺ നമുക്ക് എങ്ങനെ സ്ട്രക്ചർ ചെയ്തേക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഉണ്ടാവുന്നത് സിലബസ് മാപ്പിംഗ്. അതായത് നമ്മളുടെ ഈ പേപ്പറിന്റെ സിലബസിന് നമ്മളൊന്ന് അനലൈസ് ചെയ്യും. അത് നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ വിൽ ബി ഹാവിംഗ് ബ്ലോക്ക് വൈസ് ഓവർവ്യൂ ലൈക്ക് ലേണിംഗ്, ദ ലേർണർ, ലേർണിംഗ് എൻവയോൺമെന്റ്, ഓർഗനൈസിംഗ് ലേർണിംഗ്, theories of learning with unit level topics and the historical relevance. So you know what exactly to prioritize and where. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് വരുന്ന ഒരു പാർട്ടാണ് സിലബസ് മാപ്പിംഗ്. അതിൽ നമുക്ക് ഏതൊക്കെ ബ്ലോക്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെക്കൻഡ് തിങ് വി ഹാവ് ഇസ് എക്സാം പാറ്റേൺ അനാലിസിസ്. അപ്പൊ നമ്മൾ പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്സും ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ ബ്രേക്ക് ഡൗൺ ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് 600 വേർഡ് essays, 150 വേർഡ് ഷോർട്ട് ആൻസേഴ്സ് and mark way trends to align practice with scoring opportunities. പിന്നെ നമ്മൾ നോക്കുന്നതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. സോ ക്യൂറേറ്റഡ് ലിസ്റ്റ് ഓഫ് ഫ്രീക്വന്റ്ലി റീസർഫസിംഗ് പ്രോംപ്റ്റ്സ് വിത്ത് ബ്രീഫ് എക്സാമിനർ ആംഗിൾസ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് കഴിയും. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മളിവിടെ ഡിക്കോഡ് ചെയ്തിരിക്കും. ദാറ്റ് ഇസ് എവിഡൻസ് ബേസ്ഡ് likelihood for key areas across blocks and units, highlighting cross linkages, example motivation like in the classroom climate. അപ്പൊ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കാം. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു പ്രോബബിലിറ്റി പ്രഡിക്ഷൻസും ആയിരിക്കും മാക്സ് നമുക്ക് ഉണ്ടാവുക. ആൻഡ് ടുവേർഡ്സ് ലാസ്റ്റ് we have a mock predictive paper. That is one full-length paper mirroring the current blueprint and difficulty to benchmark your readiness under exam-like conditions. പിന്നെ വരുന്നതാണ് മോഡൽ ആൻസേഴ്സും ആൻഡ് മാർക്കിംഗ് സ്കീം. So high scoring responses with explicit marking rubrics to show structure, conceptual depth and illustration balance includes definitions for terms like psychomotor, etc. Then we have the methodology. ഇവിടെ നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് ഓരോ ബ്ലോക്സിലെയും അല്ലെങ്കിൽ ഓരോ ബ്ലോക്സിനകത്ത് വരുന്ന യൂണിറ്റ്സുകളിലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുടെ ഫ്രീക്വൻസിയും അത് ഏതൊക്കെ ടൈമിൽ ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺസിലാണ്, ദാറ്റ് ഇസ് വിൽ ബി ട്രാക്കിംഗ് ദ ഫ്രീക്വൻസി, റൊട്ടേഷൻ ആൻഡ് ഫോർമാറ്റ്. സോ ടോപ്പിക് വെയ്റ്റ്സ് ആർ adjust the recency and spread across sessions to avoid overfitting to a single year. Then you have as a learner motivation. So open this guide, follow the map and commit to deliberate practice. The shortest path to your best score, a strategic revision powered by evidence. അപ്പൊ നമുക്ക് ഇനി ഇവിടെ സിലബസ് മാപ്പിംഗ് നോക്കാം. അപ്പൊ നമുക്ക് നേരത്തെ അറിയാം നമുക്ക് ഓരോ പേപ്പറും ഡിവൈഡ് ചെയ്തിരിക്കുന്ന ബ്ലോക്സുകളായിട്ടും പിന്നീട് ഫർദർ ആയിട്ട് നമുക്ക് യൂണിറ്റ്സുകളായിട്ടുമാണ്. അപ്പൊ നമുക്കിവിടെ എക്സാമിന്
ഓരോ ബ്ലോക്സിലെയും ഓരോ യൂണിറ്റ്സുകളിൽ നിന്നും എത്രയധികം ചോദ്യങ്ങൾ ഏത് ടോപ്പിക്കിൽ നിന്നാണ് കോമൺ ആയിട്ട് വന്നിട്ടുള്ള നമ്പർ ഓഫ് അപ്പിയറൻസസും. സോ ആ നമ്പർ ഓഫ് അപ്പിയറൻസ് വെച്ചിട്ട് അതിന്റെ റെലവൻസ് ലെവൽ നമ്മൾ ഹൈ, ലോ, മീഡിയം എന്നുള്ള റേഞ്ചിലായിരിക്കും നമ്മളിവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ അതിൽ നമ്മുടെ ബ്ലോക്ക് 1 ആണ്, ദാറ്റ് ഈസ് ലേണിംഗ്. അത് യൂണിറ്റ് 1 ലേണിംഗ് ആൻഡ് സ്കൂളിലെ 12 തവണ വന്നിട്ടുള്ള ടോപ്പിക്കാണ് കോൺസെപ്റ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ലേണിംഗ്. സോ വിച്ച് റെലവൻസ് ഹയർ തന്നെയാണ്. അഗൈൻ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡെവലപ്മെന്റൽ പ്രോസസ്സസ്. ഇതിനകത്ത് വരുന്ന ടോപ്പിക് ആണ് കോൺസെപ്റ്റ്സ്, കോഗ്നിറ്റീവ് ആൻഡ് മോറൽ ഡെവലപ്മെന്റ്. നമ്പർ ഓഫ് അപ്പിയറൻസ് ടൈംസ് 9 ആണ്, സോ റെലവൻസ് ലെവൽ ഇസ് മീഡിയം. ദെൻ നമുക്ക് യൂണിറ്റ് 4 നോക്കുകയാണെങ്കിൽ ട്രെൻഡ്സ് ആൻഡ് സിസ്റ്റംസിനകത്ത് വരുന്ന മെയിൻ ടോപ്പിക് ആണ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. അതിന്റെ അപ്പിയറൻസ് 10 ആണ്, റെലവൻസ് ലെവൽ ഇസ് ഹൈ തന്നെയാണ്. സോ വെൻ കമ്മിങ് ടു ദി ബ്ലോക്ക് 2 ആണെങ്കിൽ അവിടെ നമ്മുടെ യൂണിറ്റ് 5 ദാറ്റ് ഇസ് ലേണർ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് 5 ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ലേണിംഗിനകത്ത് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നമ്പർ ഓഫ് അപ്പിയറൻസ് 11 ആണ്, സോ വിച്ച് റെലവൻസ് ഹൈ തന്നെയാണ്. നമ്മുടെ ബ്ലോക്ക് 2 വരുന്ന യൂണിറ്റ് 6 ആണ് ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ലേണിംഗ്. സെക്കൻഡിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് മോട്ടിവേഷൻ ആൻഡ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. 8 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, സോ ഇറ്റ് ഇസ് എ മീഡിയം ലെവൽ തന്നെയാണ്. പിന്നെ അഗൈൻ നമ്മുടെ യൂണിറ്റ് 7 ആണ് ലേണർ പെർസ്പെക്ടീവ്സ്. ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് പിയർ ഇൻഫ്ലുവൻസ് ആണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, സോ ഇറ്റ് ഇസ് എ മീഡിയം ലെവൽ ആണ് റെലവൻസ് എന്ന് പറയുന്നത്. അഗൈൻ കമ്മിങ് ടു ബ്ലോക്ക് 3 ദാറ്റ് ഇസ് ലേണിംഗ് എൻവയോൺമെന്റിലെ യൂണിറ്റ് 9 ഹോം ആൻഡ് കമ്മ്യൂണിറ്റി. അത് ടോപ്പിക് ആണ് ചൈൽഡ് റെയറിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി കോണ്ടെക്സ്റ്റ്. 10 ടൈംസ് ആണ് അപ്പിയറൻസ് ഉള്ളത് ആൻഡ് ലെവൽ ഇസ് മീഡിയം തന്നെയാണ്, ലെവൽ ഇസ് ഹൈ തന്നെയാണ്. യെസ്, ഇൻ ബ്ലോക്ക് 3 വരുന്ന യൂണിറ്റ് 10 ആണ് സ്കൂൾ എൻവയോൺമെന്റ്. So there we have classroom climate and teacher rule. 9 times ആണ് appearance, which മീഡിയം ആണ്, റെലവൻസ് ലെവൽ എന്ന് പറയാം. സോ ബ്ലോക്ക് 4 വരികയാണ് യൂണിറ്റ് നമ്പർ 12 വി ഹാവ് കോഗ്നിറ്റീവ് ലേണിംഗ്. അതിൽ മെയിൻ ടോപ്പിക് വരുന്ന കോഗ്നിറ്റീവ് ലേണിംഗ് പ്രോസസ് ആണ്. നമ്പർ ഓഫ് അപ്പിയറൻസ് 8 ആണ്, റെലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. Then ബ്ലോക്ക് 4 വരികയാണ് യൂണിറ്റ് നമ്പർ 13 വി ഹാവ് എഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ. അതിലെ മെയിൻ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് എഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ ഡൊമെയിൻസ് ആണ്. നമ്പർ ഓഫ് അപ്പിയറൻസ് ലെവൽ ആണ്, സോ റെലവൻസ് ഹൈ തന്നെയാണ്. Then ബ്ലോക്ക് 5 നമ്മൾ വരികയാണ് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്, സോ ഇറ്റ് ഇസ് യൂണിറ്റ് 16 ബിഹേവിയറിസ്റ്റിക് തിയറീസ് ആണ്. മെയിൻ ടോപ്പിക് വരുന്ന ക്ലാസിക്കൽ ആൻഡ് ഒപ്പാരന്റ് കണ്ടീഷനിങ്. നമ്പർ ഓഫ് അപ്പിയറൻസ് 12 ആണ്, സോ റെലവൻസ് എന്ന് പറയുന്നത് ഹൈ തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ ഹൈ, മീഡിയം, ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 അല്ലെങ്കിൽ അതിൽ അബവ് ആണെങ്കിൽ ഹയർ ലെവലും, 5 to 9 അപ്പിയറൻസ് ആണെങ്കിൽ റെലവൻസ് ലെവൽ മീഡിയം, ലെസ് ദാൻ 5 ആണെങ്കിൽ ലോ റെലവൻസും ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബാർ ചാർട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് 1 ആണ്. ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്ന ബ്ലോക്ക് 5 ആണ്. പിന്നീട് നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ബ്ലോക്ക് 2 ആണ്. പിന്നെ ബ്ലോക്ക് 3ക്കും 4നും ഏകദേശം ഒരേ ലെവൽ ഓഫ് റെലവൻസ് തന്നെയാണ് ഉള്ളത്. സോ ഇപ്പൊ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് അതെല്ലാം ഇങ്ങനെ ബ്ലോക്ക് 1ൽ നിന്നുണ്ട് 12 ടൈംസ്, 9 ടൈംസ്, 10 ടൈംസ് ഒക്കെയാണ് നമുക്ക് ഓരോരോ ടൈം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇസ് കീ ഇൻസൈറ്റ് ബോക്സ് ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ്. ഇപ്പൊ നമുക്ക് ഇനി എക്സാമിന് പഠിക്കുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സിനാണ് നമ്മൾ കുറച്ചും കൂടി ത്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ ഹൈ yield എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സിനെയാണ് നമ്മൾ ഹൈ yield എന്ന് പറയാം. സോ അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് ആണ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന ബ്ലോക്ക് 1ലെ യൂണിറ്റ് 4 ആണ്. ഏറ്റവും അധികം നോക്കാനുള്ള ടോപ്പിക് ആണ് ബിക്കോസ് ദി റിക്കേഴ്സ് ഡ്യൂ ടു പെഡഗോജിക്കൽ എംഫസിസ് ഓൺ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചസ് ആൻഡ് ഓപ്പൺ ഡിസ്റ്റൻസ് ഫ്രെയിംവർക്സ്. പിന്നെ വരുന്ന ടോപ്പിക് ആണ് ബിഹേവിയറിസ്റ്റിക് ആൻഡ് കണ്ടീഷനിങ് തിയറീസ്. അത് ബ്ലോക്ക് 5 യൂണിറ്റ് 6 ആണ്. കാരണം ഇവിടെ നമ്മുടെ പാവ്ലോവിന്റെയും സ്കിന്നറിന്റെയും എല്ലാം ഉള്ള ഒരു കോൺസെപ്റ്റുവൽ മെയിൻ ഐഡിയാസും ക്ലാസ് റൂം റീഇൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജീസ് നമ്മൾ നോക്കണം. Then third topic is effective and psychomotor learning, block 4, unit 13. Frequently assessed for its applied orientation in curriculum design and learner evaluation. ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി. അപ്പൊ നമുക്ക് ഇതിനകത്ത് വരുമ്പം ഏകദേശം ഒരു 600 വേർഡ്സിന് എഴുതാൻ ചോദിക്കുന്ന തിയോറിറ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി എസ്സേ എന്ന് പറയുമ്പം ഓഫൺ നമുക്കത് റിക്കറിംഗ് ആയിട്ട് എല്ലാ സെഷൻസിലും വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്നതാണ് കമ്പാരിറ്റീവ് എസ്സേ എന്ന് പറഞ്ഞെങ്കിൽ അത് 600 വേർഡ്സിലാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാകാറുണ്ട്. അതിന് ക്വസ്റ്റ്യൻസ് നോർമലി വരാം ടൈപ്പ് ഓഫ് കൺസ്ട്രക്റ്റിവിസവും ബിഹേവിയറിസം വേഴ്സസ് കൺസ്ട്രക്റ്റിവിസവും ആണ്. പിന്നെ വരുന്നത് അപ്ലൈഡ് അല്ലെങ്കിൽ ഡിസൈൻ എസ്സേ, ദാറ്റ് ഇസ് ഓൾസോ 600 വേർഡ്സ് ആണ്. ഇവിടെ നമുക്കുള്ളത് പ്രാക്ടിക്കൽ ടാസ്ക് ലൈക്ക് അസസ്മെന്റ് പ്ലാൻസ്, PLM ഫ്രെയിംസ്, എഫക്റ്റീവ് കരിക്കുലം സ്ട്രാറ്റജീസുമാണ്. പിന്നെ ഷോർട്ട് ആൻസർ സെക്ഷൻ വരുമ്പോൾ ചോദിക്കുമ്പോൾ ഇനി 4 ഔട്ട് ഓഫ് 6 എന്നായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടാവുക. അവിടെ നമ്മുടെ വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 150 വേർഡ്സ് ഈച്ച് ആണ്. അവിടെ ഡെഫിനിഷൻസുകളും ഇംപ്ലിക്കേഷൻസുകളുമാണ് ദാറ്റ് ഇസ് കമ്മിങ് അണ്ടർ ഷോർട്ട് ആൻസേഴ്സ്.
അങ്ങനെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയോറിറ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി എസ്സേ വരുമ്പോൾ 25 മാർക്സ് ആണ് അവിടെ ഉണ്ടാവുക. സോ ഇവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഐഡിയ എടുക്കുമ്പോൾ വളരെ ഡെപ്തിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിലെ കീ പോയിന്റ്സുകൾ മനസ്സിലാക്കിയിട്ട് ഓൾസോ യു ഹാവ് ടു ഇൻക്ലൂഡ് ദി ഇൻസ്ട്രക്ഷണൽ ഇംപ്ലിക്കേഷൻസ് ആസ് വെൽ. ഇപ്പം വളരെ ക്രിസ്പ് ആയിട്ട് എല്ലാം ഡിഫൈൻ ചെയ്യുക, അതിനെ ആർഗ്യൂ ചെയ്യുന്ന പോയിന്റ്സുകളും കാര്യത്തിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക, എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് പറയുക, ആൻഡ് ഓൾസോ കൺക്ലൂഡ് യുവർ ആൻസർ പ്രോപ്പർലി വിത്ത് ദി റിക്വയർഡ് ഇംപ്ലിക്കേഷൻസ്. കമ്പാരിറ്റീവ് എസ്സേയിലാണെങ്കിൽ 25 മാർക്സ് തന്നെയാണ് സ്കെയിൽ ചെയ്ത് പറയുക. സോ അസസ്സസ് ദി കോൺട്രാസ്റ്റീവ് റീസണിംഗ് അക്രോസ് 2 or more തിയറീസ് ആൻഡ് കൺസ്ട്രക്ട്സ് ആണ്. സോ ഹിയർ ദി എക്സ്പെക്ടഡ് ക്രൈറ്റീരിയ ഫോർ കമ്പാരിസൺ തന്നെയാണ്. സോ നമുക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എഴുതാം, സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ എഴുതാം, ആൻഡ് ഓൾസോ യു ഷുഡ് ഗീവ് എ ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ ദ ക്ലാസ് റൂം റെലവൻസ് ആസ് വെൽ. ഓക്കെ, പിന്നെ വരുന്നൊരു ടൈപ്പ് ആണ് അപ്ലൈഡ് ഓർ ഡിസൈൻ എസ്സേ എന്ന് പറയുമ്പോൾ 25 മാർക്ക് സ്കെയിലിംഗ് ആണ് ഉള്ളത്. സോ ഇവിടെ ദാറ്റ് ഈസ് വിൽ ബി ഇവാലുവേറ്റിംഗ് യുവർ എബിലിറ്റി. എന്തിനാണ് ആ ഒരു തിയോറിറ്റിക്കൽ സംഭവത്തിന് ടു പ്രാക്ടീസിലോട്ടുള്ള ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റിംഗ് ആണ് ഉണ്ടാവുക. സോ നമുക്ക് അസസ്മെന്റ് ടാസ്കുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുക, ലേണിംഗ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുക, ആൻഡ് ഓൾസോ ഇന്റർവെൻഷൻ പ്ലാൻസും ഉണ്ടാക്കുക. സോ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു നോർമൽ 600 വേർഡ്സ് തന്നെയാണ്. സോ കോണ്ടെക്സ്റ്റ് കൊടുക്കുക, റാഷണൽ ചെയ്യുക, സ്റ്റെപ്സുകൾ, ഇവാലുവേഷൻ നോട്ട്സുകൾ എല്ലാം വേണം. പിന്നെ ഷോർട്ട് ആൻസേഴ്സിൽ വരികയാണെങ്കിൽ നമുക്കറിയാം സെക്ഷൻ ടോട്ടൽ വരുന്ന 25 മാർക്സ് ആണ്. സോ എല്ലാം നല്ല പ്രിസൈസ് ആയിട്ട് പറയുകയും ചെയ്യുക, പ്ലസ് അതിനുള്ള അനുയോജ്യമായിട്ടുള്ള കൺസൈസ് എക്സ്പ്ലനേഷനും കൊടുക്കുക. സോ ഹിയർ ഇറ്റ് ഇസ് എയിമിംഗ് ഫോർ ഡെഫിനിഷൻ, കീ പോയിന്റ്സ് ആൻഡ് ബ്രീഫ് എക്സാമ്പിൾ പെർ റെസ്പോൺസ് ആണ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. 36ഓളം കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമ്മൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയാനും മനസ്സിലാക്കാനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സോ നമുക്കൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ ബ്ലോക്ക് 1 ലേണിംഗിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 16.67 ആവറേജ് മാർക്സ് ഉണ്ടാകും. ബ്ലോക്ക് 2 ലേണർ ആണെങ്കിൽ 10.42, ബ്ലോക്ക് 3 ആണെങ്കിൽ ഏകദേശം നമുക്ക് 21.25% ഷെയർ ചെയ്യുന്ന 21 മാർക്സോളം അവിടെ വരുന്നുണ്ട്. ഏറ്റവും അധികം നമുക്ക് ഉള്ളത് ബ്ലോക്ക് 4 ആണ്, ഓർഗനൈസിംഗ് ലേണിംഗ് 28.33% ആണ് ടോട്ടൽ ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ബ്ലോക്ക് 4 എന്ന് പറയാം. സോ ബ്ലോക്ക് 5 തിയറീസ് ഓഫ് ലേണിംഗ് ആണ് 23.33. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു ട്രെൻഡ്സും ആ ഒരു വെയിറ്റേജ് എത്രത്തോളമാണ് ചോദിക്കുന്നത് എന്നും, കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ 2022 തൊട്ട് ജൂൺ 2025 വരെ ആണെങ്കിലും എല്ലാം തിയോറിറ്റിക്കൽ എസ്സേക്ക് ആണെങ്കിലും ഒക്കെ സെയിം ആ ലെവൽ തന്നെയാണ് ഫോക്കസ് പോയിട്ടുള്ളത്. സോ നമുക്കൊരു പാറ്റേണിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ്ങർ ആൻസർ എസ്സേസ് ആണ് കുറച്ചും കൂടെ ഡോമിനേറ്റ്, നമ്മുടെ തിയോറിറ്റിക്കൽ കൈൻഡ് ഓഫ് എസ്സേസ് ആണ് കുറച്ചും കൂടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് കമ്പാരിറ്റീവ് എസ്സേസ്, അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുള്ളതാണ്. സോ പീക്കിംഗ് ഇൻ സം സെഷൻ സിഗ്നലിംഗ് പീരിയോഡിക് എംഫസിസ് ഓൺ കോൺട്രാസ്റ്റീവ് റീസണിംഗ്. പിന്നെ വരുന്നതാണ് അപ്ലൈഡ് ഓർ ഡിസൈൻ പ്രോംസ് ദാറ്റ് ദേ ഓഫൺ റെക്കർ റിഫ്ലക്ടിംഗ് സസ്റ്റെയിൻഡ് വെയിറ്റ് ഓൺ ട്രാൻസ്ലേറ്റിംഗ് തിയറി ടു ക്ലാസ് റൂം ആക്ഷൻ ആൻഡ് ഷോർട്ട് ആൻസേഴ്സ് ദേ റിമൈൻ എ സ്റ്റേബിൾ ക്വാർട്ടർ. ഇനി പ്രസന്റേഷൻ ടിപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏകദേശം നമുക്ക് 3 hours ആണുള്ളത്. 100 മാർക്സ് പ്ലാനിങ് ആണെങ്കിൽ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത് 180 മിനിറ്റ്സ് ആണ്. സോ തിയോറിറ്റിക്കൽ എസ്സേസ് നമ്മൾ റഫ്ലി ഒരു 90 മിനിറ്റ്സ് കൊടുക്കും, കാരണം 2 ലോങ് ആൻസേഴ്സ് പോലെ നമുക്ക് ഉണ്ടല്ലോ. പിന്നെ അപ്ലൈഡ് അല്ലെങ്കിൽ ഡിസൈൻ എസ്സേ വരുമ്പോൾ 45 മിനിറ്റ്സ് അതിന് ഡിവോട്ട് ചെയ്യുക. പിന്നെ ഷോർട്ട് ആൻസറിനും സെയിം തന്നെയാണ് 45 മിനിറ്റ്സ്. അപ്പൊ നമുക്ക് ഓരോ ലോങ് എസ്സേസിനകത്ത് നമുക്കൊരു മിനിമം ഒരു 3 to 4 മിനിറ്റ് എങ്കിലും പ്ലാൻ ചെയ്ത് ഒരു 18 to 20 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ആർഗ്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം ബിൽഡ് ചെയ്ത് എക്സാമ്പിളും കാര്യങ്ങളും കോട്ട് ചെയ്തിട്ട് ലാസ്റ്റ് 3 to 4 മിനിറ്റ്സ് നമ്മൾ അതിന് ഒരു പ്രോപ്പർ കൺക്ലൂഷനും പ്രൊവൈഡ് ചെയ്യുക. സോ ഷോർട്ടർ ആൻസേഴ്സ് എടുക്കുകയാണെങ്കിൽ 10 to 11 മിനിറ്റ്സ് ആയിരിക്കണം ഓരോ ക്വസ്റ്റിനും ഉണ്ടാവുക. സോ ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്യുക ആൻഡ് പ്രൊവൈഡ് ദ കീ ഇൻസൈറ്റ് ആൻഡ് 1 കോൺക്രീറ്റ് ഇലസ്ട്രേഷൻ ടെംപ്ലേറ്റ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് യു ക്യാൻ സി ഡിഫറൻഷിയേറ്റ് അമംഗ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ഷോ ഹൗ നോളജ് ഇസ് കൺസ്ട്രക്റ്റഡ് ഇൻ ക്ലാസ് എന്നുള്ളത് 4 തവണ റിപ്പീറ്റഡ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേസമയം നമുക്ക് 3 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് ഇഫക്റ്റീവ് ലേണിംഗ്, പ്രപ്പോസ് സ്ട്രാറ്റജീസ് ഫോർ ഡെവലപ്പിംഗ്. പിന്നെ അതേപോലെ വീണ്ടും 3 ടൈംസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് സോഷ്യൽ ലേണിംഗ് തിയറി ആൻഡ് ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ്. പിന്നീട് 3 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കലി എക്സാമിൻ മേജർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്.
പിന്നെ 2 തവണ ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ്. ഹൗ ഡു ക്ലാസ് റൂം ക്ലൈമറ്റ് ഓർ മാനേജ്മെന്റ് അപ്രോച്ചസ് ഇൻ ഇൻഫ്ലുവൻസ് ലേണിംഗ്. Then the 6th one is analyze the role of home and community or child rearing practices in learning. പിന്നെ വരുന്നതാണ് why are data references tools or techniques crucial in assessment of learning. അതും 2 ആണ് നമ്മുടെ റിപ്പീറ്റ് ചെയ്യുന്ന കൗണ്ട് എന്ന് പറയുക. Then the again 8th question വരുന്നത് explain locus of control and level of aspiration with effects on learning. പിന്നീട് 2 ക്വസ്റ്റ്യൻസുകളാണ്. ഡിസ്റ്റിംഗ്വിഷ് ക്ലാസിക്കൽ parent conditioning, give school examples. And the last 10th repeat question is explain transfer of learning and its relation to problem solving. Again 2 times ആണ് അപ്പിയറൻസ് ഉള്ളത്. സോ ഇത് നമുക്ക് ഇതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അത് എത്ര തവണയാണെന്നും അതിൽ നിന്നുള്ള ഒരു ആവറേജ് മാർക്സ് നമുക്ക് നോക്കാം. സോ ടൈപ്സ് ഓഫ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് നോളജ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് 5 യൂണിറ്റ് 19 ആണ്. 4 തവണയാണ് വന്നിട്ടുള്ളത്. ആവറേജ് മാർക്സ് പറഞ്ഞത് 15.6 ആണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇഫക്റ്റീവ് ലേണിംഗ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ് ഫ്രം ബ്ലോക്ക് 4 യൂണിറ്റ് 13. അപ്പിയറൻസ് 3 ടൈംസ് ആണ്. ആവറേജ് മാർക്സ് 18.8 ആണ്. പിന്നെ വരുന്ന സോഷ്യൽ ലേണിംഗ് തിയറി ആൻഡ് ഇംപ്ലിക്കേഷൻസ് ബ്ലോക്ക് 5 യൂണിറ്റ് 16 ആണ്. അപ്പിയറൻസ് 3 ടൈംസും 18.8. പിന്നെ വരുന്നതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ് ബൈ പിയാജെ ആൻഡ് വൈഗോട്സ്കി ഫ്രം ബ്ലോക്ക് 1 യൂണിറ്റ് 2 അഗൈൻ 3 ടൈംസ് ആണ്. ആവറേജ് മാർക്സ് 18.8 ആണ്. Then classroom climate or management and learn gets from block 3 unit 10 ആണ്. Appearance 2 times ആണ്. Average marks 6.3 ആണ്. പിന്നെ വരുന്ന ടോപ്പിക് ആണ് ഹോം കമ്മ്യൂണിറ്റി ആൻഡ് ക്വസ്റ്റൻ ആണ് ഹോം കമ്മ്യൂണിറ്റി ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസസ്. ദാറ്റ്സ് ഫ്രം ബ്ലോക്ക് 3 യൂണിറ്റ് 9 ആണ്. സോ 2 ടൈംസ് ദാറ്റ് ഇസ് 2 ആൻഡ് 15.6 ആണ് വരിക. പിന്നെ അസസ്മെന്റ് ഡേറ്റ ആൻഡ് റെഫറൻസ് ടൂൾസ് ടെക്നീക്സ് ഫ്രം ബ്ലോക്ക് 4 യൂണിറ്റ് 14 to 25 ആണ്. പിന്നെ വരുന്നതാണ് ലോക്കസ് ഓഫ് കൺട്രോൾ ആൻഡ് ആസ്പിറേഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ദാറ്റ്സ് ഫ്രം 2 ആണ് അഗൈൻ 15.6 ആണ്. നെക്സ്റ്റ് ഇസ് ക്ലാസിക്കൽ വേഴ്സസ് ഓപ്പറന്റ് കണ്ടീഷനിങ് ബ്ലോക്ക് 5 യൂണിറ്റ് 16 ആണ്. 2 ആൻഡ് 6.3 ആണ് വരുന്ന ആവറേജ് മാർക്സ്. നെക്സ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ഫ്രം ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്. 2 ആണ്. സോ മാർക്സ് 6.3 ആണ് ആവറേജ് മാർക്സിന്റെ വരുന്നത്. സോ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ. അപ്പൊ നമ്മുടെ ഇവിടെ ഡ്രിൽ ദ ബിഗ് ഫോർ കൺസ്ട്രക്റ്റിവിസം, എഫക്റ്റീവ് ലേണിംഗ്, സോഷ്യൽ ലേണിംഗ്, കോഗ്നിറ്റീവ് ലേണിംഗ് കൃത്യമായിട്ട് നമ്മൾ നോക്കുക. സോ യു ഹാവ് ടു ഔട്ട്ലൈൻ ഇൻ 5 minutes, റൈറ്റ് ഇൻ 12 to 14 and then spend 2 to 3 minutes for your implications. പിന്നെ മിക്സഡ് എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് ഐറ്റംസ് വരിക അല്ലെങ്കിൽ നമ്മുടെ അസസ്മെന്റുകൾ അല്ലെങ്കിൽ ഹോംവർക്ക് കമ്മ്യൂണിറ്റി ലോക്കസ് ഓഫ് കൺട്രോൾ വരുമ്പോൾ ഹാവ് ടു പ്രിപ്പയർ 2 tier പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. കാരണം 6 to 8 ലൈൻസ് ഷോർട്ട് ആൻസേഴ്സിനകത്ത് മൂന്നാമത്തെ പാർട്ട് ഒരു എസ്സേ എക്സ്പാൻഷനും യൂസ് ചെയ്യാം. സോ നമ്മുടെ ടെസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. പെർഫെക്റ്റ് ടൈമിംഗ് മാനേജ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ഫസ്റ്റ് പാസ് ഫോർ സ്ട്രക്ചർ ആൻഡ് കവറേജ്, സെക്കൻഡ് പാസ് ഫോർ ടൈർ എക്സാമ്പിൾസ് ആൻഡ് ക്ലിയർ അപ്പ് ഇംപ്ലിക്കേഷൻസ്. നമുക്ക് ഇതിന്റെ ടോട്ടൽ ഷെയർ ഓഫ് ക്വസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാം 45.5% ആണ് അവിടെ ഉള്ളത്. പിന്നെ വരുന്നത് ഓൾ അതേഴ്സ് 54.5 ആണ്. സോ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളും അതിന്റെ പ്രഡിക്ഷൻസും പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. നമുക്ക് ബ്ലോക്ക് 4 യൂണിറ്റ് 13 വരുന്ന ടോപ്പിക് ആണ് എഫക്റ്റീവ് ലേണിംഗ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ്. ചോദിക്കാൻ ഒരു 75% നമുക്ക് അവിടെ പ്രോബബിലിറ്റി ഉണ്ട്. സോ കാറ്റഗറി ഹൈ തന്നെയാണ്. ഇനി ബ്ലോക്ക് 5 യൂണിറ്റ് 19 ആണ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്റ്റിവിസം നോളജ് കൺസ്ട്രക്ഷൻ 75% ആണ് പ്രോബബിലിറ്റി. സോ കാറ്റഗറീസ് ഹൈ തന്നെയാണ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടോപ്പിക് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ് പിയാജെ ആൻഡ് വൈഗോട്സ്കി. 50-50 ഒരു പ്രോബബിലിറ്റി ആണ്. സോ മീഡിയം ലെവൽ കാറ്റഗറി ആണ് ഉള്ളത്. ദെൻ നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 12 ടോപ്പിക് ആണ് കോഗ്നിറ്റീവ് ലേണിംഗ് മീനിങ് റൂൾ ഓഫ് റീസണിംഗ്. അഗൈൻ 50-50% ആണ്. സോ ലെവൽ ഇസ് മീഡിയം ആണ്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ആണ് ക്ലാസ് റൂം ക്ലൈമറ്റ് ആൻഡ് ഓർ മാനേജ്മെന്റ് ആൻഡ് ലേണിംഗിനകത്ത് അഗൈൻ 50% ആണ് പ്രോബബിലിറ്റി. സോ കാറ്റഗറി ഇസ് മീഡിയം. In നമ്മളെ ബ്ലോക്ക് 3 യൂണിറ്റ് 11 ആണ് സോഷ്യൽ ക്ലാസ് ആൻഡ് ലേണിംഗ് ബിഹേവിയർ ദി എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് വിച്ച് ഇഫക്ട്സ് ഇറ്റ്. സോ 25% ആണ് പ്രോബബിലിറ്റി. അതേപോലെ തന്നെ വരുന്ന 25% പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സുകളാണ് ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഹോം ആൻഡ് കമ്മ്യൂണിറ്റി ഓർ ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസസ്. ബ്ലോക്ക് 5 യൂണിറ്റ് 16 സോഷ്യൽ ലേണിംഗ് തിയറി ആൻഡ് ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ്. പിന്നെ ബ്ലോക്ക് 5 യൂണിറ്റ് 16 ക്ലാസിക്കൽ വേഴ്സസ് ഓപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഇൻ പ്രോബ്ലം സോൾവിംഗ്. അഗൈൻ അത് 25% ആണ്. സോ ലെവൽ ഇസ് ലോ തന്നെയാണ്.
ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ ഹൈ അല്ലെങ്കിൽ മീഡിയം വരുന്ന പ്രോബബിലിറ്റി എന്നുള്ളതിന്റെ റീസൺ എന്താണെന്ന് നോക്കാം. കാരണം അഫക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് പലപ്പോഴും മോസ്റ്റ് സെഷൻസിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കൺസ്ട്രക്റ്റിവിസം നമുക്ക് എസ്സേസിനകത്തും ഷോർട്ട് നോട്ട്സിനകത്തും കമ്പാരിസൺ ഒക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പിയാജിയോ വൈഗോട്സ്കിയുടെ അതിനകത്ത് റെക്കറിംഗ് ആയിട്ട് വരുന്ന എസ് ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് 2 സെഷൻസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വരുന്ന കോഗ്നിറ്റീവ് ലേണിംഗ് മീനിങ് ഓർ റീസണിങ് അപ്പിയേഴ്സ് ആസ് എസ്സേ ആൻഡ് ഓൾസോ ഷോർട്ട് നോട്ട്സ്. പിന്നെ ക്ലാസ് റൂം ക്ലൈമറ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഓഫർ നമ്മുടെ ഷോർട്ട് നോട്ട്സിന് പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ്. അപ്പൊ നമ്മൾ ഏതൊക്കെ ടോപ്പിക് ആദ്യം നമ്മൾ പഠിക്കണം, ഏതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം നോക്കാം. സോ അതിൽ വരുന്ന ഫസ്റ്റ് കൊടുക്കേണ്ട പ്രയോറിറ്റി ആണ് എഫക്റ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസം. സോ ഇവിടെ യു ഹാവ് ടു മേക്ക് എ കോൺട്രാസ്റ്റ് ടേബിൾ. ഏതാണ് ഡെഫിനിഷൻസും അതിന്റെ കോർ ക്ലെയിംസുകളും അതിന്റെ ആർഗ്യുമെന്റ്സുകളാണെങ്കിലും ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസും എല്ലാം നോക്കുക. പിന്നെ ടീച്ച് ബാക്ക് എ 4-minute മിനി ലെസൺ, ദെൻ റൈറ്റ് എ 600 word റെസ്പോൺസ് ഫ്രം യുവർ ഔട്ട്ലൈൻ. മീഡിയം ലെവലിലേക്ക് നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്സുകളാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ലേണിംഗ്, ക്ലാസ് റൂം ക്ലൈമറ്റ്. സോ ഔട്ട്ലൈൻ ഇൻ 5 minutes, റൈറ്റ് 8 and 12 to 14 and ലാസ്റ്റ് 2 to 3 minutes യൂസ് ചെയ്ത് ഇംപ്ലിക്കേഷൻസും കംപ്ലീറ്റ് ആക്കാം. So build flash cards for theorists on terms and practice one applied example per concept. So ലോയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വരുന്ന ടോപ്പിക്സുകളാണ് സോഷ്യൽ ലേണിംഗ് തിയറി, ഹോമോ കമ്മ്യൂണിറ്റി, ലോഗസ് ഓഫ് കൺട്രോൾ ആൻഡ് ആസ്പിറേഷൻ, കണ്ടീഷനിങ്, ട്രാൻസ്ഫർ. സോ ഇതിൽ നമ്മൾ ഷോർട്ട് ആൻസേഴ്സ് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ആൻഡ് ഫോർ എനി ലൈക്ലി എസ്സേ കൺവേർഷൻ എക്സ്പാൻഡ് ടു എ 3-part പ്ലാൻ. കാരണം ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, ആർഗ്യുമെന്റ്സ് വെക്കുക, നിങ്ങളുടെ ഇംപ്ലിക്കേഷൻസും അവിടെ പ്രൊവൈഡ് ആക്കുക. സോ ഇത് നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇത് നമ്മുടെ ഒരു എക്സാമിന്റെ അതേ പാറ്റേണിൽ വരുന്ന സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന് ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ നമുക്കറിയാം ടൈം 3 hours ആണ്. യെസ്, ഓൾ ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആണ്, എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആണ് ഉള്ളത്. സോ നമുക്ക് 600 വേർഡ്സിനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മളത് ആൻസർ ചെയ്യുക. സോ വിൽ ബി ഹാവിംഗ് ഓപ്ഷൻ എ അല്ലെങ്കിൽ ബി ഉണ്ടാകും. അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യുക. പിന്നെ സെക്കൻഡും ഇതേപോലെ തന്നെയാണ്, അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാകും, അതിന് സെലക്ട് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യുക. റിമെമ്പർ 600 വേർഡ്സ് ആണ്, വേർഡ് കൗണ്ട് തെറ്റിക്കരുത്. മൂന്നാമത് വരെ നമുക്കൊരു 6 ഓപ്ഷൻസുകൾ ഉണ്ടാകും. ആ 6 ഓപ്ഷൻസ് ചെയ്യുന്ന ഏതെങ്കിലും 4 എണ്ണം എടുത്ത് എഴുതുക. ഓരോ ക്വസ്റ്റ്യനും നമുക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ 150 വേർഡ്സ് ആണ് അതിന്റെ വേർഡ് ലിമിറ്റ് അല്ലെങ്കിൽ കൗണ്ട് എന്ന് പറയാം. നാലാമത് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാനായിരിക്കും. സോ അതൊരു 600 വേർഡ്സിലാണ്. എല്ലാം കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അതിനെ സ്പെസിഫൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഒബ്ജക്റ്റീവ്സുകളാണെങ്കിലും ആർഗ്യുമെന്റ്സ് ആണെങ്കിലും എക്സ്പാൻഷൻ ആണെങ്കിലും ഡീറ്റെയിലിംഗ് ആണെങ്കിലും ഒക്കെ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കുക. യെസ്, സോ അത്രയുമാണ് നമ്മളുടെ ഈ ഒരു പേപ്പറിനകത്ത് ഉള്ളത്. ആൻഡ് ഇതിന്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. യെസ്, അത്രയുമാണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് ഉള്ളത്. സോ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് അപ്പ് എക്സാം. ഡു വെൽ. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.